ഭയങ്കര ആത്മാവിലുള്ള ആരാധന ഇതിനകത്ത് വെളിപ്പെട്ടു. എനിക്കൊത്തിരി സന്തോഷം തോന്നി. കാരണം ആരാധിക്കുന്ന കൂട്ടം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, പട്ടണം പിടിക്കും. ആരാധിക്കുന്ന കൂട്ടം ഉണ്ടെങ്കിൽ പട്ടണം പിടിക്കും. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞത്, ജോസഫ് ഫലപ്രദമായ വൃക്ഷം, അവൻ മതിലിൻ്റെ മേൽ പടരും. യാക്കോബ് ഓരോരുത്തരെ കുറിച്ച് അനുഗ്രഹം പറയുമ്പോഴും നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ചാൽ അറിയാം, പുറപ്പാട് പറയുമ്പോൾ യഹൂദ ആദ്യം പുറപ്പെടട്ടെ. കാരണം സ്തുതിക്കുന്നവൻ ചലിച്ചു തുടങ്ങിയാൽ, എനിക്കറിയത്തില്ല, ഞാൻ ഇതിനകത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ദൈവശബ്ദം എൻ്റെ അധരങ്ങളിൽ വരുന്നു. സ്തുതിക്കുന്നവൻ ചലിച്ചു തുടങ്ങിയാൽ ജയിക്കുന്നൊരു കൂട്ടം എഴുന്നേറ്റ് നിൽക്കുമെന്ന് ഈ പ്രാരംഭ തുടക്ക പകലിൽ ഞാൻ വിളിച്ചു പറയുന്നു. സ്തുതിക്കുന്നവന്റെ വീട്ടിൽ ജയം വരാൻ പോകുക. ആരാധിക്കുന്നവന്റെ വീട് ജയിക്കാൻ പോകുക. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട് ഈ പകലിൽ? പ്രഭാതല ഘടകജന ചുടബല റബതിരി ഘടകജന. ഞാൻ വളരെ ഭയങ്കരമായിട്ട് ഞാൻ അവിടെ ഇരുന്ന ആരാധന, എൻ്റെ ശബ്ദം മാറി. എന്തോന്നറിയത്തില്ല. ശരീരത്തിന് ചെറിയ ബലഹീനതയുണ്ട്, പക്ഷേ അകത്തെ മനുഷ്യൻ ഭയങ്കര ബലം. ഭയങ്കരമായിട്ട് നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്ന കണ്ടപ്പം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന, ദൈവമേ, പരിശുദ്ധാത്മാവിനെ സെലിബ്രേറ്റ് ചെയ്യാത്ത, ദൈവവചനത്തെ ഓണർ ചെയ്യാത്ത ഒരു കൂട്ടത്തിന്റെ നടുവിലും നീ എന്നെ അയക്കരുത്. ഒന്നുകൂടെ ഞാൻ ആ പദത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇടുന്നു. സാന്നിധ്യത്തെ സെലിബ്രേറ്റ് ചെയ്യാത്ത, ദൈവവചനത്തെ ഓണർ ചെയ്യാത്ത ഒരു കൂട്ടത്തിന്റെ നടുവിലേക്കും ദൈവം എന്നെ അയക്കരുത്. അല്ലെങ്കിൽ നീ എന്നെ അയക്കണം, ഇന്നുവരെയും ക്രിസ്തുവിനെ അറിയാത്ത ചില ജാതികളിലേക്ക് നീ എന്നെ അയക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ നീ എന്നെ അയച്ചാൽ അവർ പരിശുദ്ധാത്മാവിനെ സെലിബ്രേറ്റ് ചെയ്യുന്നവരായിരിക്കണം, ദൈവവചനത്തെ ഓണർ ചെയ്യുന്നവരായിരിക്കണം. കാരണം അന്ത്യകാല ഉണർവ് ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ്. ഒന്നുകൂടെ ഞാൻ ഇതിനകത്ത് നിന്ന് ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ സഭയുടെ ഒരു ചിറക് പരിശുദ്ധാത്മാവും ഒരു ചിറക് ദൈവത്തിന്റെ വചനവുമായിരിക്കും. അങ്ങനെ എത്ര പേര് ഇതിനകത്തൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക? ഞാൻ എവരുടെ എന്നോട് തന്നെ പ്രവചിക്കുന്ന പ്രവചനങ്ങളുണ്ട്. ഞാൻ എവരുടെ എന്നോട് തന്നെ പ്രവചിക്കാറുണ്ട്. ഞാൻ അതിന് സാമച്ചൻ പാഷ എടുക്കാൻ പോവാറില്ല, എൻ്റെ അപ്പനാണ്. ഞാൻ അതിന് ടിജോ പാഷ എടുക്കാൻ പോവാറില്ല, അത് ഞങ്ങളുടെ അപ്പനാണ്. ഞാൻ എന്നോട് തന്നെ പ്രവചിക്കാറുണ്ട് എവരുടെ. കാരണം ഞാൻ എന്നോട് പ്രവചിക്കുന്ന പോലെ ആത്മാർത്ഥത മറ്റൊരാൾ പ്രവചിച്ചാൽ ഉണ്ടാകത്തില്ല. മനസ്സിലാക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്ക്. ഞാൻ എവരുടെ എന്നോട് പ്രവചിക്കാറുണ്ട്. എൻ്റെ ഒരു ചിറക് ദൈവത്തിന്റെ വചനമാണ്, എൻ്റെ ഒരു ചിറക് പരിശുദ്ധാത്മാവാണ്. കാരണം അന്ത്യകാല ഉണർവ് ഇത് രണ്ടും ഒന്നിച്ചെഴുന്നേറ്റ് നിൽക്കുന്നതാണ്. ഈ സഭയുടെ മേൽ അങ്ങനെ ഒരു ചലനമുണ്ടെന്ന് അവിടെ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് പറയാനിടയായി. ഈ മീറ്റിംഗ് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, പരിശുദ്ധാത്മാവ് ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് ഇതിനകത്തുണ്ട്. ഹോളി സ്പിരിറ്റ് ഇതിനകത്തുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. കാരണം ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവമനുഷ്യനാണ് പാസ്റ്റർ ലിജോ. കാരണം ലിജോയുടെ തുടക്കം, ലിജോ എവിടെ ഇരുന്നു, ഇപ്പോൾ എവിടെ നിൽക്കുന്നു. എനിക്കറിയാം, എപ്പം ഞാൻ അദ്ദേഹത്തെ ദൈവം ആക്കിയിരുന്ന ആ സ്ഥാനത്ത് എപ്പം ഞാൻ പ്രീച്ച് ചെയ്യാൻ ചെന്നാലും ഓടി വന്ന് കൈവെക്കാൻ പ്രാർത്ഥിക്കച്ച.
പക്ഷെ ഭയങ്കര സന്തോഷമാണ് ഈ പട്ടണത്തിൽ ദൈവം ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത് കാണുമ്പോൾ. ഞാൻ ഇതിനകത്തിരിക്കുന്ന ചിലരോട് പറയുന്നു, വിശ്വസ്തയോടെ നിന്നാൽ. ഞാൻ ഒത്തിരി സെലിബ്രേറ്റ് ചെയ്ത് ഞാൻ തന്നെ ഞാൻ പറയുന്ന മെസ്സേജ് ഞാൻ ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നൊരു മെസ്സേജാണ് തക്ക സമയം. ഈ മീറ്റിങ്ങിന് ദൈവം അതാണ് തൻ്റെ ദാസന് കൊടുത്തത്. പക്ഷെ ഞാൻ ഇവിടെ അതല്ല പ്രസംഗിക്കുന്നത്. എങ്കിലും അത് റൈറ്റ് വേർഡാന്നുള്ളൊരു തെളിവ് ഇന്നലെ ഞാൻ വായിച്ച് തീർത്തത് ലൂക്കോസിന്റെ സുവിശേഷമാണ്. അതിൻ്റെ അവസാനം വന്നപ്പോൾ പെട്ടെന്നൊരു തിരുവചനം, നിങ്ങൾ എടുക്കൊന്നും വേണ്ട, എൻ്റെ അകത്ത് കയറി വന്നപ്പം ഞാൻ നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പറയുക, ഞാൻ ആ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അടിയിലോട്ട് ആ വാക്യം എഴുതി വെച്ചു. അതിങ്ങനാണ് ആ വാക്യം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലരോടുള്ള ദൂത. 102 സങ്കീർത്തനം അതിന്റെ 13 വാക്യം, ഞാൻ സിയോനോട് കരുണ കാണിക്കുന്ന. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഭയങ്കര ശക്തമാണ്. ഫോർ ദ ടൈം ടു ഫേവർ ഹിയർ, ദ സെറ്റ് ടൈം. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്ത. അങ്ങനെ എത്ര പേര് ഇതിനകത്ത് വിശ്വസിക്കുന്നുണ്ട്? ഇതിനകത്തിരിക്കുന്ന ചിലരോടുള്ള ദൂത 102 സങ്കീർത്തനം അതിന്റെ 13 വാക്യം, ഞാൻ സിയോനോട് കരുണ കാണിക്കുന്ന. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഭയങ്കര ശക്തമാണ്. ഫോർ ദ ടൈം ടു ഫേവർ ഹിയർ, ദ സെറ്റ് ടൈം. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്ത. അങ്ങനെ എത്ര പേര് ഇതിനകത്ത് വിശ്വസിക്കുന്നുണ്ട്? സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? എൻ്റെ മലയാളം പദം എന്തോ മോനെ? അല്ല മോനെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വിഷയത്തിൽ ഒരു ആഘോഷം, അതല്ലേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ആഘോഷം. നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയം പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. ക്യാരി എന്ന് പറഞ്ഞാൽ, ഒരമ്മ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന സെക്കൻഡ് മുതൽ എന്താ പറയുന്നത്? ക്യാരിങ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റാത്തതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആരാധന ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ, മനസ്സിലായില്ല? നിങ്ങൾ ക്രിസ്തീയ ജീവിതം നിങ്ങൾക്കൊരു സെലിബ്രേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പൗലോസിന്റെ പദങ്ങളൊക്കെ എടുത്താൽ അറിയാം. കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, ഉപദ്രവമുണ്ട്, കരയിലെ ആപത്തുണ്ട്, കടലിലെ ആപത്തുണ്ട്, സ്വന്തം ജനത്തിന്റെ ആപത്തുണ്ട്, കൂടെ നിൽക്കുന്നവന്റെ പാരയുണ്ട്. എല്ലാം സത്യമാണെങ്കിലും എന്തോ ഒരു ക്രിസ്തേശുവിന്റെ സന്തോഷം. ഓ, ഞാൻ ആരോടൊക്കെയാ പറയാ? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഓ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ആഘോഷിക്കണം. കാരണം ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയെന്ന ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ സഭയിൽ പ്രസംഗിച്ചത്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും. ബൈബിളിലെ വളരെ ചില വേർഡുകൾ ഞാൻ പറയും. എനിക്ക് വചനം പറയാനാണ് ഇഷ്ടം. പിന്നെ പ്രവചിച്ചാൽ കൃപയെന്ന് പറഞ്ഞ ഒരു സൗഖ്യം നടന്നാൽ അതും കൃപ. അതുകൊണ്ട് നിങ്ങളെ ആരും ഇവിടെ കൊണ്ടുവരുത്തുമില്ല. ഒരു കുനിഞ്ഞ നൂറിനെ ഒരു പരിപാടി ഇവിടെ ചെയ്യിപ്പിക്കത്തുമില്ല. വിടുതൽ കിട്ടിയാൽ നീ സാക്ഷിയായിക്കോണം. എനിക്ക് വചനം പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത്. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ദൂതിലേക്ക് കയറാൻ പോവാം. ക്രിസ്തീയ ജീവിതം ശരിക്കും സെലിബ്രേറ്റ് ചെയ്യണം. ആമേൻ പറ. ഞാൻ നിങ്ങളോട് 1-2 രഹസ്യങ്ങൾ പറയാം. നിങ്ങൾ പുറത്തു പോയി പറയരുതേ. ലൈവിൽ വാച്ച് ചെയ്യുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രഹസ്യങ്ങളാ, ആരോടും പോയി പുറത്ത് പറയരുത്. നിങ്ങൾ തന്നെ സൂക്ഷിക്കണം. ഒന്ന്, ഈ എല്ലാ ഡബിൾ
പ്രൊമോഷന്റെ പുറകിലും ഒരു സാക്രിഫിഷ്യൽ ഓഫറിംഗ് ഉണ്ട്. മനസ്സിലായോ? എനിക്ക് എൻ്റെ അല്ലാതെ എനിക്കത് പറഞ്ഞു തരാൻ അറിയത്തില്ല. എല്ലാ ഡബിൾ പ്രൊമോഷന്റെ പുറകിലും ഇരട്ടിയായിട്ട് വരുന്ന എല്ലാ ഉയർച്ചകളുടെ പുറകിലും ഒരു സാക്രിഫിഷ്യൽ ഓഫറിംഗ് ഉണ്ട്. മനസ്സിലാകുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. അതറിയണമെങ്കിൽ അബ്രഹാമിനോട് ചോദിക്കണം. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത്, നിങ്ങൾ ആദരിക്കാത്തതും നിങ്ങൾ ആഗ്രഹിക്കാത്തതുമായ ഒരു കാര്യവും നിങ്ങളിലേക്ക് വരുത്തില്ല. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ പറ. ഞാനൊരു ദൂത് പറയും. നിങ്ങളുടെ ഈ മീറ്റിംഗ് എന്തുദ്ദേശത്തിലാണോ കർത്താവിൻ്റെ ദാസന്റെ അകത്ത് പരിശുദ്ധാത്മാവ് കൊടുത്തേ അതുമായി കണക്ട് ചെയ്തൊരു ദൂത് ഞാൻ പറയും. എനിക്ക് ഉറപ്പാണ്, ഞാൻ ഇവിടുന്ന് ഈ ഹോള് വിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് പിശാച് അടച്ച ചില വിഷയത്തെ ദൈവം തുറക്കും. എൻ്റെ മേൽ ദൈവമിട്ട ശുശ്രൂഷയെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യതയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ ഇവിടെ നടക്കും. ഒന്ന്, ഫിനാൻസിന്റെ മേലെ ഒരു ഡെലിവറൻസ് ഇവിടെ നടക്കും. രണ്ട്, ഇവിടെ അടുത്ത ഒരു ഡെസ്റ്റിനി, ഒരു ഷിഫ്റ്റ് ഇതിനകത്ത് ഓപ്പൺ ആകും. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, എല്ലാ ഡബിൾ പ്രൊമോഷന്റെ പുറകിലും എന്തുണ്ട്? ചില സാക്രിഫിഷ്യൽ ഓഫറിങ്ങുകളുണ്ട്. ഓഫറിങ്സ് ഉണ്ട്, പക്ഷേ സാക്രിഫൈസ് ചെയ്തു കൊടുക്കുന്ന ചില ഓഫറിങ്ങുകളുണ്ട്. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞേ. പണ്ട് ഞാൻ കേട്ടൊരു കാര്യമുണ്ട്. ആശാര്യോപദേശി ആദ്യമായിട്ടെങ്ങാണ്ട് കേട്ടതാണേ. അമേരിക്കയിൽ പോയ സമയത്ത് അവിടുന്ന് അങ്ങോട്ട് കുറച്ച് ലക്ഷം രൂപ കിട്ടി. ഇങ്ങോട്ട് വന്നിട്ട് ആ പൈസ എടുത്ത് വീടിന് അടിത്തറ ഇട്ടെന്നല്ല ഞാൻ കേട്ടത്. ആ പൈസ കൊടുത്ത് മുഴുവൻ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബൈബിള് വിതരണം ചെയ്യാൻ ടൺ കണക്കിന് ബൈബിൾ ഇറക്കി എന്നാ ഞാൻ കേട്ടത്. അതൊരു സാക്രിഫിഷ്യൽ ഓഫറിംഗ് ആണ്. ദൈവരാജ്യത്തിന് വേണ്ടി നീ ചെയ്യുന്നത് ചില സാക്രിഫിഷ്യൽ ഓഫറിംഗ് ആയിരിക്കണം. അതിന്റെ പുറകിൽ ചില ഡബിൾ പ്രൊമോഷനുകൾ ഉണ്ടാകും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്ത ചിലർ ഈ ലൈവിനകത്ത് ഇരിപ്പുണ്ട്. നീ ചില സാക്രിഫിഷ്യൽ ഓഫറിംഗ് എടുത്തിട്ടുണ്ട്. അതിന്റെ മേലെ ഒരു ദൈവകരം ചലിക്കാൻ പോവുകയാണ്. ഞാൻ പറയുന്ന തുടക്കത്തിലെ ചില പദങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആണിതറച്ച പോലിരിക്കണം. നിങ്ങൾ ആദരിക്കാത്തതും ആഗ്രഹിക്കാത്തതൊന്നും നിങ്ങളിലേക്ക് എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. നിങ്ങൾ എന്തിനെ ആദരിക്കുന്നോ, നിങ്ങൾ എന്തിനെ ആഗ്രഹിക്കുന്നോ, അത് നിന്റെ അടുക്കൽ വന്നിരിക്കും. പിന്നെ അടുത്ത ഒരു പദം പറയുമ്പോൾ ആത്മലോകവുമായിട്ട് വിളിയുള്ളവനുണ്ടെങ്കിൽ അവൻ ഇരിക്കാൻ പറ്റത്തില്ല. ആദരിക്കുക എന്ന് പറയുന്നത് ഒരു കീയ. ആദരിക്കുക എന്ന് പറയുന്നത് ഒരു കീയ. അടഞ്ഞ ചിലതിനെ തുറക്കുന്ന കീയ. യേശുവിന്റെ നാമത്തെ ആദരിക്കുക എന്ന് പറയുന്നത് ഒരു കീയാണ്. അത് അടഞ്ഞ ചിലതിനെ തുറക്കും. ഞാനിത് വെറുതെ പറയുകയല്ല, ചുമ്മാതൊരു വാക്ക് വന്ന് പറഞ്ഞിട്ട് പോവുകയല്ല. കഴിഞ്ഞ 18 വർഷം കർത്താവിന്റെ വേലയിൽ എന്നെ ദൈവം നിർത്തി എന്ന ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് നിന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, നീ ചിലതിനെ ആദരിച്ചാൽ യേശുവിന്റെ നാമത്തെ ആദരിക്കുക എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ഒരു കീയ. അത് അടഞ്ഞ ചിലതിനെ തുറന്നു തരും. നിങ്ങൾ അഭിഷേകത്തെ ആദരിക്കാൻ പഠിക്കണം. ആമേൻ പറ. അടുത്തിരിക്കുന്നവരുടെ കരത്തെ പിടിച്ചിട്ട് പറ, അഭിഷേകത്തെ ആദരിക്കണമെന്ന് പറ. അതൊരു കീയ.
നിങ്ങളുടെ അഭിഷക്തനെ ആദരിക്കാൻ പഠിക്കണം. ചിലപ്പോൾ നിങ്ങളെക്കാൾ പ്രായത്തിൽ കുറവായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ അത്ര എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കാണത്തില്ല. ഹലോ, ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ട് 18 വർഷമായതേ ഉള്ളൂ. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന പലയിടത്തും ശുശ്രൂഷയിൽ 60 വർഷം തികഞ്ഞവരുണ്ട്, 40 വർഷം തികഞ്ഞവരുണ്ട്, വിശ്വാസികൾ 10, 30 പക്ഷെ ഒരുത്തൻ എഴുന്നേറ്റാൽ ആ അഭിഷേകത്തെ നീ ആദരിച്ചാൽ, എന്തോ ഈ സഭയോട് പ്രവചിക്കാൻ ദൈവം പറയുന്നു, അഭിഷേകത്തെ ആദരിച്ചാൽ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കീയ. അതടഞ്ഞ ചിലതിനെ തുറന്നു തരും നിനക്ക്. അബ്രഹാമേ 24 വർഷം കാത്തിരുന്നിട്ട് കിട്ടാത്ത തലമുറയെ 25ാമത്തെ വർഷം എങ്ങനെ തുറന്നു? അബ്രഹാമിന്റെ മറുപടി 3 വീട്ടിലൊന്ന് ആദരിച്ചപ്പോ അടഞ്ഞതിനെ ദൈവ കീയിട്ടങ്ങ് തുറന്നു. അഭിഷേകത്തെ ആദരിക്കുന്ന ഒരു തലമുറ, അഭിഷക്തന്മാരെ ആദരിക്കുന്ന ഒരു തലമുറ. ഞാൻ ഈ അന്തരീക്ഷത്തിനകത്ത് എന്തോ ദൈവത്തിന്റെ വലിയ മഹത്വം ഇറങ്ങി നിൽക്കുന്നത്, ഒരു കുട നിവർത്തി പിടിച്ചിരിക്കുന്നത് പോലെ ഇന്ന് പകലിൽ യേശുവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് ഈ ആലയത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്നത്. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ ഒരു ദൂതി കയറത്തുള്ളൂ. ഞാൻ പറഞ്ഞ ഒന്നും മറക്കരുത്. ഞാൻ പറഞ്ഞത് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയാത്തതൊന്നും നിങ്ങളുടെ അഭിഷക്തനെ സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. മലയാളിയൊക്കെ പിന്നെ ഞാൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത വിഷയത്തിലോട്ട് പോകുന്നേ. നിങ്ങൾക്ക് ദൈവം തന്നതിനെല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കണം. ആമേൻ പറ. നിങ്ങളുടെ അഭിഷക്തനെ സെലിബ്രേറ്റ് ചെയ്യണം. ഇത് ചിലപ്പം കേൾക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നവൻ ലൈവിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോക്കോ. പക്ഷെ ഞാനിത് ആർത്തിയോടിരിക്കുന്ന ഒരു കൂട്ടത്തിന് വേണ്ടിയാ പറയുന്നത്. നിങ്ങളുടെ അഭിഷക്തനെ സെലിബ്രേറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിഷക്തനെ ആദരിക്കണം. ആമേൻ. ഞാനൊരു കാര്യം പറയും, ഈ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഈ അഭിഷേകത്തെ മാനിക്കാൻ പഠിച്ചാൽ തന്നെ നിന്റെ പല ഡോറും തുറക്കും. ഞാൻ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ വന്നിട്ട് ഒത്തിരി വർഷമായി. ഞാൻ വന്ന കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ അഭിഷേകത്തിനെതിരെ നിൽക്കുന്ന ഒത്തിരി കൈകളുണ്ടായിരുന്നു. അഭിഷക്തന്മാർക്കെതിരെ നിൽക്കുക, അഭിഷേകത്തിനെതിരെ നിൽക്കുക, ഉള്ളതും എഴുതും ഇല്ലാത്തതും എഴുതും. ഞാനിപ്പോ ഈ 2025 ഒക്ടോബർ മാസം 30 മോനെന്ന് ഈ 30-ാം തീയതി ഇവിടെ നിൽക്കുമ്പോൾ അന്ന് എഴുതിയവന്മാരുടെ അസ്ഥി പോലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അഭിഷേകത്തിനെതിരെ എഴുതിയവന്റെയൊക്കെ അസ്ഥി മണ്ണിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് അവരെഴുതിയവരെല്ലാം ഇന്നും കർത്താവിന് വേണ്ടി നിൽപ്പുണ്ട്. ഞാൻ ആരോടൊക്കെ പറയാ, ഇതിനകത്ത് ആരൊക്കെ അഭിഷേകത്തിന് വിരോധമായി സംസാരിക്കുന്നവരുണ്ടെങ്കിൽ, അഭിഷക്തന്മാർക്ക് വിരോധമായി സംസാരിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ വാൺ ചെയ്യുകയാണ്. ആമേൻ പറ, ആമേൻ പറ. നിങ്ങൾ റോമാലേഖനം വായിച്ചിട്ടുണ്ടോ? റോമാലേഖനം വായിച്ചിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയേ. റോമാലേഖനം വായിച്ചിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയേ. അതിന്റെ 8-ാം അധ്യായം ഒരു സെലിബ്രേഷന്റെ അധ്യായം. അറിയോ? റോമാലേഖനം 8 ശരിക്കും മനസ്സിരുത്തി ഒന്ന് വായിച്ച് പഠിച്ചാൽ വീട്ടിനകത്തിരുന്ന് ഡാൻസ് കളിക്കാം. കർത്താവിന്റെ ദാസനെ, ഞങ്ങൾക്ക് സങ്കീർത്തനം 91 അറിയൂ. അതും അറിയണം. അതിനകത്തുനിന്ന് ഇന്ന് എൻ്റെ മെസ്സേജ് പോലും. റോമാലേഖനം 8-ാം അധ്യായം മനസ്സിരുത്തി വായിക്കണം കേട്ടോ. ചുമ്മാതെ വായിച്ചിട്ട് കാര്യമില്ല, മനസ്സിരുത്തി വായിക്കണം. റോമാലേഖനം 8-ാം അധ്യായം മനസ്സിരുത്തി നിങ്ങൾ വായിച്ചാൽ അതിനകത്ത് 28 മുതൽ നിങ്ങൾ ആ 8-ാം അധ്യായത്തിന് 28 മുതൽ താഴോട്ട് വായിക്കുക. 8-ാം അധ്യായത്തിന്റെ ഒരു ഹെഡിങ് തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് പറഞ്ഞവന് ശിക്ഷ വരുത്തില്ല. ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇത് പറഞ്ഞ് താഴോട്ട് വന്നിട്ട്
പിന്നീട് എപ്പോഴെങ്കിലും ദൈവം എന്നെ അനുവദിച്ച് ഇവിടെ വിട്ടാൽ, ദൈവം അനുവദിച്ച് വരണമല്ലോ, ഞാൻ വരുമ്പം പ്രസംഗം. ആ 8-ാം അധ്യായത്തിൻ്റെ 28 മുതൽ നിങ്ങൾ അങ്ങോട്ട് വായിക്കാമെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 28 മുതൽ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടോയെന്നൂടെ നോക്കി വായിക്കണം കേട്ടോ. അല്ലാതെ ഒരുമാതിരി ഇല്ലേ, പണ്ടാരോ പറഞ്ഞ പോലെ ഒരുത്തൻ പരീക്ഷയ്ക്കൊന്നും പഠിച്ചില്ല. എന്നിട്ട് അവൻ വിചാരിച്ച് എന്നാ പിന്നെ ഒന്നും പഠിച്ചില്ല, കർത്താവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. പഠിക്കേണ്ടടുത്ത് പഠിക്കാതെ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. ഈ നമ്മൾ തെറ്റിദ്ധാരണയൊന്നും പിള്ളേരുടെ അകത്തൊന്നും കൊണ്ടിടല. മോനെ പഠിക്കൊന്നും വേണ്ടടാ, ദൈവം ഒന്നും നടക്കത്തില്ല മക്കളെ. പഠിച്ചാലേ ദൈവം എന്തെങ്കിലും തരത്തുള്ളൂ. നീ പഠിച്ചത് മറന്നാൽ നിന്റെ ബുദ്ധിയെ ദൈവം തുറക്കും. അവൻ ചെന്നിട്ട് ബൈബിൾ അങ്ങോട്ട്, നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ചിലർക്ക് ഇല്ലയോ, ഭയങ്കര ഇതൊക്കെ നമ്മൾ ഈ ബൈബിൾ അടച്ചു വെച്ചു ഇങ്ങനെ തുറക്കും. അവൻ തുറന്നപ്പം കിട്ടിയത് യൂദ പോയി. പെട്ടെന്ന് അല്ലല്ല ഇതല്ല, ഇത് ശരിയല്ല. വീണ്ടും അവൻ ബൈബിൾ തുറന്നു. അടുത്ത വാക്യം, നീയും അങ്ങനെ തന്നെ ചെയ്യുക. വീണ്ടും അവൻ ബൈബിൾ അടച്ചു, ഇത് ശരിയല്ല. മൂന്നാമത് വീണ്ടും ബൈബിൾ തുറന്നപ്പം വേഗത്തിൽ ചെയ്യുക. അങ്ങനല്ല, ബൈബിള് നിങ്ങൾ പഠിക്കുമ്പം, ബൈബിൾ നിങ്ങൾ വായിക്കുമ്പം, ഞാൻ ഇനി വചനം എന്താന്ന് പറയാൻ പോവാ. നിങ്ങൾ ബൈബിൾ വായിക്കുന്നതിനും പഠിക്കുന്നതിനും ഒരു രീതിയുണ്ട്. അതിനൊരു തിയോളജിക്കൽ സെമിനാരിയിലും പോകണ്ട. ദൈവത്തോട് ആദ്യം പറയണം, നിന്റെ വചനത്തെ തിരിച്ചറിയാൻ എൻ്റെ ബുദ്ധിയെ തുറക്കണം. ഒന്ന് പറഞ്ഞേ, നിന്റെ വചനത്തെ തിരിച്ചറിയാൻ. എല്ലാവരും വാ തുറന്ന് പറഞ്ഞേ, നിന്റെ വചനത്തെ തിരിച്ചറിയാൻ എൻ്റെ ബുദ്ധിയെ തുറക്കണം. അടുത്ത പദം ഇതാണ്, നിന്റെ വചനത്തിലെ അത്ഭുതത്തെ കാണാൻ എൻ്റെ കണ്ണു തുറക്കണം. അന്നേരം വചനം തിരിച്ചറിയാൻ ബുദ്ധി തുറക്കണം, അത്ഭുതം കാണാൻ കണ്ണു തുറക്കണം. ഇത് രണ്ടും ഈ സഭയ്ക്കകത്ത് സംഭവിക്കും. എന്നിട്ട് നമ്മളൊരു വചനം വായിക്കുമ്പോൾ അത് തുടക്കം മുതൽ, പ്രത്യേകിച്ച് ഈ ലേഖനം എന്ന് പറഞ്ഞാൽ അത് ലെറ്ററുകളാ. എന്താ? എഴുതിയിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയേ. ഏതെഴുത്തായാലും കുഴപ്പമില്ല, കൈ ഉയർത്തിക്കോ. ഞാൻ എസ് എൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എഴുത്തായിരുന്നു മെയിൻ. ഞാൻ എഴുത്തെഴുതി മടുത്ത ആളാ, മറുപടി മേടിച്ച് മടുത്ത ആളാ. എഴുത്തെഴുതിയാൽ നമുക്കറിയാം, എഴുത്തെഴുതി തുടങ്ങും അല്ലേ. ചിലപ്പം നമ്മൾ റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞൊരു കാര്യം ചിലപ്പോൾ റോമാലേഖനം 12-ലായിരിക്കും അതിൻ്റെ അടിക്കുറിപ്പിടുന്നത്. അതുകൊണ്ട് 1 വായിച്ചിട്ട് പിന്നെ 6 വായിക്കരുത്, അത് തുടർമാനം വായിക്കണം. പറയുന്നവർ മനസ്സിലായ കരങ്ങൾ ഉയർത്തിയേ. നമ്മൾ ഈ ബൈബിള് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എങ്കിലും എന്നിട്ടും ഇപ്പോൾ വല്ല മനസ്സിലാവുന്നേ? മനസ്സിലാവുന്നോ? ഇപ്പോൾ ക്രിസ്തേശുവിൽ. അന്നേരം എപ്പോൾ? അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും. അന്നേരം ഏതിലൊക്കെ മേളിൽ എഴുതിയിട്ടുണ്ട് കണ്ടോ? നിങ്ങൾ ബൈബിൾ വായിക്കണം, അങ്ങനെ വായിക്കണം. 2 ബൈബിൾ വായിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം. പത്രം വായിക്കുന്ന പോലെ ബൈബിള് വായിക്കരുത്. ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിനകത്ത് ചോദ്യമുണ്ടോ, കോമയുണ്ടോ, അതിനകത്ത് ദൂതുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ആ വാക്യം, അത് ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവം എന്നെ അയക്കുവാണെങ്കിൽ ഞാനത് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. കാരണം ഈ തലമുറയിൽ അത് പറയണമെന്ന് കർത്താവ് എൻ്റെ അകത്ത് തന്നതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ച് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയാണ്. റോമാലേഖനം 8-ാം അധ്യായം 28 മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ 31 മുതലുള്ള വാക്യം നിങ്ങൾ വായിച്ചാൽ ആ വാക്യം തീരുമ്പോൾ ഒരു ചോദ്യചിഹ്നം ഉണ്ട് അതിൻ്റെ പുറകെ. വായിച്ചിട്ടുണ്ടോ? അതാണ്ടേ 31. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം. ഞാൻ അടുത്ത നിങ്ങൾ വായിച്ചോ. ദൈവം തിരഞ്ഞെടുത്തവനെ ആര്? ചോദിച്ചിന്നവാ. നിങ്ങളത് താഴോട്ട് വായിച്ചാൽ 5 കൂട്ടം കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. വീട്ടിൽ പോയി ഒന്ന് വായിക്കും. ഞാൻ പറയുമ്പം കേൾക്കാൻ ഒരു സന്തോഷം. ഓരോ വാക്യങ്ങളും. കാരണം ദൈവത്തിന്റെ വചനത്തെ പറ്റി പറയുന്നത്, ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശ്വാസമാണ്. ഓ ജീസസ്. ചിലരെ ദൈവം ഇന്ന് പകലിൽ തൊടാൻ പോകുകയാ.
സകല തിരുവചനങ്ങളും ദൈവശാസ്ത്രീയമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എഴുതിയ സകല തിരുവചനങ്ങളും, അതിനകത്തെ കോമയും വള്ളിയും പുള്ളിയും ദൈവശാസ്ത്രീയമാണ്. ദൈവശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനം ദൈവത്തിന്റെ ശ്വാസമാണ്. അടുത്തിരിക്കുന്ന പറ, കരത്തെ പിടിച്ചു പറ, ദൈവവചനം ദൈവത്തിന്റെ ശ്വാസമാണെന്ന് പറ. അന്നേരം നീ കൊണ്ടു നടക്കുന്ന ഈ വചനം ദൈവത്തിന്റെ ശ്വാസം പിടിച്ചോണ്ടാ നീ നടക്കുന്നത്. വചനത്തെ സ്നേഹിക്കണം. അങ്ങനെ ഒരു കൂട്ടത്തെ ഞാൻ കാണുന്നേ. എൻ്റെ ഒരു ചോദ്യം, എനിക്ക് ലിജോ പാസ്റ്ററുടെ ശ്വാസം ഞാൻ അനുഭവിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ലിജോ പാസ്റ്ററോട് എത്രത്തോളം അടുക്കാൻ പറ്റുന്നോ, ഞങ്ങൾ ഫേസ് ടു ഫേസ്, ഞങ്ങൾ എപ്പോൾ വരുന്നോ ആ സെക്കൻഡ് മുതൽ ആ ശ്വാസം എന്നിലേക്ക് വരാൻ തുടങ്ങും. ഓ, ഞാൻ ആരോടൊക്കെയാ പറയാ, ചിലർ ദൈവവചനത്തെ ഫേസ് ടു ഫേസ് എടുത്തു, ആ ശ്വാസം നിന്നിലേക്ക് അടിക്കാൻ തുടങ്ങും. ഇന്ന് ചിലതിന്റെ നാളുകളായി പിശാച് കെട്ടിയ ചില വിഷയങ്ങൾ, നാളുകളായി പിശാച് അടച്ച ചില വിഷയങ്ങൾ ഇന്നിവിടെ അഴിയേണ്ടത് അഴിയും, ഉരുണ്ടു മാറേണ്ടത് ഉരുണ്ടു മാറിയിരിക്കും. അന്നേരം ശ്രദ്ധിക്കുക, നമ്മൾ ഇതെല്ലാം മനസ്സിലായി. നമുക്ക് പലർക്കും ഇതിന്റെ വില എന്നാന്ന് അറിയത്തില്ല. ഞാനിത് മേടിച്ചത് 3000 രൂപയ്ക്ക് കണ്ട, നിങ്ങളുടെ ഇരിക്കുന്നതിന് ചിലപ്പം 3000 4000. നമുക്കിതൊരു ബൈബിളോ, പക്ഷെ അതിനപ്പുറം ഇതിനകത്തെ കാര്യങ്ങൾ അറിയണം. ഇത് ദൈവത്തിന്റെ ശ്വാസമാണ്. നീ ഒരു വേർഡ് വായിക്കുമ്പോൾ നീ ആ ശ്വാസത്തെ അനുഭവിക്കുക. സൗഖ്യം നടക്കാൻ പോവാ ഭയങ്കരമായിട്ടിന്ന് പകല്. ഞാൻ ലിജോ പാസ്റ്ററോട് എത്രത്തോളം അടുത്തു ചെല്ലുന്നു, അത്രത്തോളം അദ്ദേഹത്തിന്റെ ശ്വാസം എനിക്ക് അനുഭവിക്കാൻ പറ്റും. ഒരാൾ എത്രത്തോളം ദൈവവചനത്തോട് അടുക്കുന്നു, അത്രത്തോളം അതിന്റെ ശ്വാസത്തെ. ഞാൻ ഇതാരോടാ പറയുന്ന? യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവവചനത്തിന്റെ ശ്വാസം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ച ശ്വാസം, മരിച്ചതിനെ ജീവിപ്പിച്ച ദൈവവചനത്തിന്റെ ശക്തി ഇതിനകത്ത് ചലിക്കട്ടെ. ദൈവവചനത്തിന്റെ ശ്വാസം. ഇത് ചിലരുടെ അകത്തൊരു ദാഹം വീഴാൻ വേണ്ടി ഞാൻ പറയുക. ചിലരുടെ അകത്തൊരു ദാഹം വീഴാൻ വേണ്ടി ഞാൻ പറയുക. Man of God, you are a blessed worshipper. Keep it up. പ്രസൻസ് കളയാതെ നിൽക്കുക. ഭയങ്കര ദൈവ സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കാണുന്നു നിന്റെ മീതെ ഒരു ഭയങ്കര ഡോർ ഓപ്പൺ ആകുന്നു. നമ്മൾ എത്രത്തോളം വചനത്തോട് അടുക്കുന്നോ അല്ലേ? ഒന്ന് വരാവോ? ഈ ദൈവദാസൻ ഇവിടെ നിന്നാൽ എനിക്ക് അദ്ദേഹത്തിന്റെ ശ്വാസം കിട്ടത്തില്ല. പക്ഷെ ഞാൻ അടുത്ത് വരും തോറും ഇദ്ദേഹത്തിന്റെ ശ്വാസം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഞാൻ എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം ഈ ശ്വാസവുമായിട്ടും നീ കൂട്ടിമുട്ടുന്ന ഒരു സമയം. ഞാനൊരു ഉദാഹരണം ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയാ പറയാ, എടുക്ക് തിരുവചനം. നീ നിന്റെ വീട്ടിൽ അടച്ചു വെച്ച തിരുവചനം എടുക്ക, പൊടി തട്ടിക്കള, വചനം തുറക്ക്. നിന്റെ വീട്ടിൽ മരിച്ച ചിലത് ജീവിക്കാൻ പോയ അവന്റെ ശ്വാസം. വെറും ഒരു തോട്ടത്തിനകത്ത് വെറും മണ്ണെടുത്ത അതിനൊരു രൂപമുണ്ടാക്കിയിട്ട് ആ മണ്ണിന്റെ രൂപത്തെ ഇങ്ങോട്ട് പിടിച്ച് ഫേസ് ടു ഫേസ്
അടുത്ത പദം പറയുന്ന അവന്റെ ശ്വാസം അതിലേക്ക് ഊതി. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവവചനം ശ്വാസമാണെങ്കിൽ ജീവനില്ലാത്ത ചില ശരീരങ്ങളെ നമ്മുടെ തലമുറയുടെ ഏറ്റവും വലിയ വിഷയം എന്നാണെന്നറിയാവോ? ഞാൻ മനസ്സിലാക്കി, ഇന്നത്തെ ശുശ്രൂഷകന്മാരെന്ന് പറയുന്നവരുടെ ഏറ്റവും വലിയ പരാജയം എന്നാണെന്നറിയാവോ? അവർ ബൈബിളിന്റെ മുമ്പിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈം അവർ യൂട്യൂബിന്റെ മുമ്പിലാണ്. ഞാൻ ആർക്കൊക്കെ വേണ്ടി ശുശ്രൂഷ കൊതിക്കുന്ന, ദൈവം ഉപയോഗിക്കാൻ കൊതിക്കുന്ന ചില യൗവന ശുശ്രൂഷകർക്ക് വേണ്ടി ഞാൻ പറയുകയാ. അവർ ഇന്ന് പലരും 24 മണിക്കൂറും യൂട്യൂബിന്റെ മുമ്പിലാ. ആ ദൈവദാസൻ എന്നാ വെളിപ്പാടാ പറഞ്ഞേ, അടുത്ത ദൈവദാസൻ എന്നാ വെളിപ്പാടാ പറഞ്ഞേ. എടാ, അതിനകത്തല്ല നീ ഇരിക്കണ്ടേ, നീ വചനത്തിന്റെ മുമ്പിൽ ഇരിക്ക. ഈ വചനം ശ്വാസം നിന്നിലേക്ക് കയറുന്ന ഒരു ടൈമുണ്ട്. നിങ്ങൾക്കറിയാവോ, ഞാൻ ചിലരുടെ അകത്ത് ദാഹമിടാൻ പോകുകയാണ്. എനിക്കറിയാം, ആ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പലരും ഒരു വട്ടം പോലും ബൈബിള് വായിച്ച് തീർത്തിട്ടില്ലാത്ത 40 വർഷം പഴക്കമുള്ള വിശ്വാസികളെ പെന്തക്കോസ് ലോകത്താണ് ഞാൻ നിൽക്കുന്നത്. പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോകും. 40 വർഷം വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് ഒരു വട്ടം പോലും ഇന്ന് വരെ ബൈബിള് വായിച്ചു തീർത്തിട്ടില്ലാത്തൊരു ഇതിനകത്തുണ്ട്. ആമേൻ പറ. നിങ്ങൾക്കറിയാം, 1200 അധ്യായങ്ങളേ ഉള്ളൂ ഈ 66 പുസ്തകത്തിൽ. എത്ര അധ്യായമാ? 1200 അധ്യായമേ ഉള്ളൂ ഈ 66 പുസ്തകത്തിൽ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എത്ര അധ്യായമാ? ഒരു ദിവസം 12 അധ്യായം വെച്ച് വായിച്ചാൽ 100 ദിവസം കൊണ്ട് ഓൾ ബൈബിൾ നിനക്ക് വായിക്കാം. ഒരു ദിവസം 12 അധ്യായം വെച്ച് വായിച്ചാൽ 100 ദിവസം കൊണ്ട് 66 പുസ്തകം വായിക്കാൻ കഴിയുമെങ്കിൽ 365 ദിവസമുള്ള ഒരു വർഷം മിനിമം 3 പ്രാവശ്യം നിനക്ക് ഈ ബൈബിള് വായിക്കാം. എവിടാ പിശാച് നിന്നെ തെറ്റിച്ച്? യേശുവിന്റെ നാമത്തിൽ സഭ വചനത്തിലേക്ക് തിരിച്ചുവോ. ഒരു ദിവസം 12 അധ്യായം വായിച്ചാൽ മതി. 100 ദിവസം കൊണ്ട് 66 പുസ്തകം വായിക്കാം. 100 ദിവസം കൊണ്ട് 66 പുസ്തകം വായിച്ചാൽ ഒരു വർഷം കൊണ്ട് 3 വട്ടം ഓൾ ബൈബിള് നിനക്ക് വായിക്കാം. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയാം ഇത് ഞാൻ ആർക്കാ ഇടുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് ഇട്ടിട്ട് പോകുന്ന ദാഹം ആർക്കാന്ന് എനിക്കറിയാം. പോട്ടെ, ഒരു വർഷം ഒറ്റ വട്ടം ബൈബിൾ വായിക്കാൻ പറ്റുന്നവരിനകത്തുണ്ടോ? എടാ, 365 ദിവസത്തിനകത്ത് ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റുമോ, തമ്പുരാനെ ഈ വർഷം ഒരു പ്രാവശ്യം ഇത് വായിക്കാൻ? കാരണം എന്നാന്നറിയാവോ? ഇത് വായിക്കും തോറും നിന്റെ അകത്ത് അവന്റെ ശ്വാസം കയറുകയാ. ഓ രാമ ശന്തന പ്രബാധന വൈഡന പ്രബാധന. വചനമില്ലാത്ത അഭിഷേകം വ്യർത്ഥമാ, വചനമില്ലാത്ത ഉണർവ് വ്യർത്ഥമാ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു വർഷം 3 വട്ടം വായിക്കാൻ പറ്റും. നിങ്ങൾ പറയും, ഒരു ദിവസം എങ്ങനെ ദൈവാസനെ 12 അധ്യായമൊക്കെ വായിക്കാൻ പറ്റും? ദൈവാസന് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് പോട്ടെ, 12 വായിക്കണ്ട. നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് 4 അധ്യായം വായിക്കേ, ഉച്ചയ്ക്ക് ഒരു 4 അധ്യായം വായിക്കേ, വൈകിട്ട് ഒരു 4 വായിക്കുക, എന്നാലും ഓത്തില്ലേ 12. നമ്മുടെ പ്രശ്നം എന്നാന്നറിയാം, നമുക്ക് കിട്ടുന്ന ടൈം മുഴുവൻ നമ്മൾ യൂട്യൂബിലാണ്. ഇന്ന് അടുത്ത വെളിപ്പാട് പുള്ളി എന്നാ പറഞ്ഞ, എന്നിട്ട് ഇരുന്നങ്ങ് എഴുതുക. എഴുതിക്കോ, നല്ലതാ, ആത്മീക വർധനവ് വരുത്തുന്നതെല്ലാം ചെയ്തോ. പക്ഷേ ഞാൻ ഇന്ന് ആരെയൊക്കെ ചലഞ്ച് ചെയ്യുന്നു, അന്ത്യശ്വാസം എടുക്കുമ്പം തമ്പുരാനോട് പറയാൻ പറ്റണം, ആയുസിൽ ഇതുവരെയും ഈ ബൈബിള് എനിക്കറിയാം.
40 വർഷമായവർ 50 വർഷം ഈ പെന്തക്കോസ്തിനകത്ത് നിൽക്കുന്നവർ ഇന്നുവരെ വായിച്ചിട്ടില്ലല്ലോ ഒരു വട്ടം. ഈ ശുശ്രൂഷകന്മാരെന്ന് പറയുന്ന പലതും ഇന്നുവരെ ബൈബിൾ മൊത്തത്തിൽ വായിച്ചിട്ടില്ല. ഞാൻ പലർക്കും ഒരു ചലഞ്ചായിട്ട് ഇതിനകത്ത് നിൽക്കുകയാണ്. ഇത് നീ വായിക്കണം. ആദ്യം വെറുതെ വായിക്കേ, രണ്ടാമത് മനസ്സിരുത്തി വായിക്കേ, മൂന്നാമത് ദൂത് പിടിക്കാൻ വായിക്കേ. ആരുടെയൊക്കെ അകത്ത് വചനം വായിക്കാനുള്ള ഒരു ദാഹത്തെ, എന്നിട്ടൊന്നും മനസ്സിലാകുന്നില്ലയോ പറ, ആ വചനത്തെ തിരിച്ചറിയാൻ എന്റെ ബുദ്ധി ഒന്ന് തുറക്ക്. കാരണം യെരൂശലേമിൽ നിന്ന് എമ്മുവസിലോട്ട് പോയവർക്ക് അവൻ വെളിപ്പെടുത്തി കൊടുത്തില്ലേ? മക്കളെ, ശരിക്കും വചനം കൊണ്ടൊരു സഭ നിറഞ്ഞ ഞങ്ങളുടെ അഭിമാനത്തോടെ നിന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ചർച്ച തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞേ ഉള്ളൂ. ഞങ്ങളുടെ പല ചർച്ചിൻ്റെയും കുടുംബ പ്രാർത്ഥനകളിൽ നിങ്ങൾ ചെന്നാൽ സംസാരമില്ല, മണിക്കൂറുകൾ ദൈവവചന ഡിക്ലറേഷനാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു വീട്ടിൽ ഞാൻ വിസിറ്റ് ചെയ്യാൻ ചെന്നു. ഞാൻ അങ്ങോട്ട് കരം പൊക്കി പ്രാർത്ഥിക്കാൻ നിന്നപ്പില്ലേ മാലപ്പടക്കത്തിന് തിരി കൊളുത്തുന്ന പോലെ വചനം ഇറങ്ങി വരുമോ. ഞാൻ നോക്കി, ഇപ്പം 3 കൊച്ചു കുഞ്ഞുങ്ങൾ നിന്നിട്ട് കഴിഞ്ഞ 2 വർഷം ഞാൻ എന്തൊക്കെ വചനം സഭയ്ക്കകത്ത് ഡിക്ലെയർ ചെയ്തോ അത് മുഴുവൻ അവരുടെ വായിക്കൂടെ ഒഴുകുകയാ. എന്നോട് എന്റെ ദൈവം പറഞ്ഞു, അരവിന്ദ് വിൻസന്റെ അന്ത്യകാല ഉണർവ് പ്രവചനത്തിന്റെ പുറകിലല്ല, അന്ത്യകാല ഉണർവ് പരിശുദ്ധാത്മാവും വചനവും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം പറയാൻ പോവാ. സഭയാം തോട്ടത്തെ ദൈവം ഏൽപ്പിച്ചിട്ട് പോയത് ദൂതന്മാർക്കൊന്നും അല്ല. സഭയാം തോട്ടത്തെ സ്വർഗം വിലയ്ക്ക് കാൽവറിയിൽ രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ചിട്ട് ഏൽപ്പിച്ചിട്ട് പോയത് ദൂതന്മാരുടെ കയ്യിലല്ല. സഭയാം തോട്ടത്തെ സ്വന്തം രക്തം കൊടുത്ത് അവസാനത്തെ തുള്ളി രക്തം വരെ കൊടുത്ത് ഈ തോട്ടത്തെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് പോയത് ദൂതന്മാരുടെ കയ്യിലല്ല, പരിശുദ്ധാത്മാവിന്റെ കയ്യിലാണ്. സഭകളിൽ പരിശുദ്ധാത്മാവിനെ പറ്റി പ്രസംഗിക്ക. കാരണം നിന്നെ വീണ്ടെടുക്കുന്നത് പരിശുദ്ധാത്മാവാ, നിന്നെ മുദ്രയിട്ടത് പരിശുദ്ധാത്മാവാ. അതിന്റെ അർത്ഥം ദൂതന്മാരെ പറ്റി പറയണ്ടെന്നല്ല. യഹോവയുടെ ദൂതന്മാർ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കും. ഞാൻ ഒത്തിരി ദൂതന്മാരെ പറ്റി പ്രസംഗിക്കുന്ന ആളാ. പക്ഷെ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് പറഞ്ഞു, എടാ ഞാൻ സഭയെ ഏൽപ്പിച്ചത് ദൂതന്മാർക്കല്ല, ഞാൻ സഭയെ കൊടുത്തത് പരിശുദ്ധാത്മാവിന്റെ കയ്യിലാ. കാരണം സഭയെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാ, സഭയെ മുദ്രയിട്ടത് പരിശുദ്ധാത്മാവാ. കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ നിന്റെ ശരീരത്തെ ഇവിടുന്ന് പൊക്കി എടുക്കുന്നത് ദൂതനല്ല, നിന്റെ ശരീരത്തെ പൊക്കി എടുക്കുന്നത് പരിശുദ്ധാത്മാവാ. സഭയിൽ പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് നിൽക്കട്ടെ. എനിക്കറിയത്തില്ല കേട്ടോ, ഭയങ്കരമായിട്ട് ദൈവശക്തി ഇതിനകത്ത് ചലിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയോ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. നിങ്ങളെ മുദ്രയിട്ടത് എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവ്. നിങ്ങളെ വീണ്ടെടുപ്പിന്റെ മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. നിങ്ങളെ ഒരുക്കുന്നതാരാ? പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതാരാ? പരിശുദ്ധാത്മാവ്. അന്ത്യകാഹളം കേൾക്കുമ്പോൾ അവിടെ ഇവിടെ ചെതറിക്കിടക്കുന്ന നിന്റെ അസ്ഥിയെ പിടിച്ചു കൊണ്ടുവന്ന് ഒന്നിപ്പിച്ചു നിർത്തി നിന്നെ ഈ മണ്ണിൽ നിന്ന് പൊട്ടിച്ച് മേപ്പോട്ട് കൊണ്ടുപോകുന്നതാരാ? പരിശുദ്ധാത്മാവ്. എന്നോട് ദൈവം പറയുന്നു, അന്ത്യകാല ഉണർവിൽ പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നത് ദൂതന്മാരല്ല, പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു വാക്യം, പരിശുദ്ധാത്മാവിനെ പറ ദുഃഖിപ്പിക്കരുത്. പിന്നെന്തുവാ? ദുഃഖിപ്പിക്കല്ലെന്ന് എഴുതിയാ പിന്നെ എന്ത് ചെയ്യണമെന്നാ? സന്തോഷിപ്പിക്കണം. അതാ ഞാൻ പറഞ്ഞ സാന്നിധ്യത്തെ സെലിബ്രേറ്റ് ചെയ്യാം. മനസ്സിലാക്കുന്നവർ കരങ്ങൾ ഉയർത്തിയേ.
ഇന്ന് എത്ര പേര് പറയും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് എത്ര പേര് ഇതിനകത്തൊന്ന് വിളിക്കും? എനിക്കറിയില്ല ആരുടെയൊക്കെ നാവിന്റെ മേൽ അന്ത്യകാല ഉണർവിനൊരു കഴുകൻ ചിറക് വിരിച്ചു നിൽക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും ദൈവവചനവും കൂടെ ഒരുമിച്ച് ചിറക് വിരിച്ച് ഇന്നൊരു തീരുമാനം എടുക്കണം. ഇതിനകത്തിരുന്ന് തമ്പുരാനെ, കൊക്കിലെ ശ്വാസം അങ്ങ് എടുക്കുമ്പം അതിന് മുൻപ് ഒരു വട്ടമെങ്കിലും വായിക്കാൻ അറിയത്തില്ലയോ? അറിയാവുന്നവരെ കൊണ്ട് വായിപ്പിക്കണം. ആമേൻ പറ. നിങ്ങൾ സ്മിത്ത് വിഗിൾസ്വർത്ത് എന്നൊരു ദൈവാസനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 11 ഡെഡ് ബോഡിയെ എഴുന്നേൽപ്പിച്ച മനുഷ്യനാണ്. 11 മരിച്ചവരെ എഴുന്നേൽപ്പിച്ച മനുഷ്യൻ. അദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടത് ഇങ്ങനാണ്: അദ്ദേഹം അരമണിക്കൂറിൽ കൂടുതൽ ബൈബിള് വായിക്കത്തില്ല. അരമണിക്കൂറിൽ കൂടുതൽ ബൈബിള് വായിക്കാതിരിക്കത്തുമില്ല. ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട് വിസിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ കൈവപ്പിനാൽ അസാധാരണമായിട്ട് ഉപയോഗപ്പെട്ട ഒരു ദൈവമനുഷ്യൻ കയറി ചെന്നു. ലെസ്റ്റർ സമ്രാൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കയറി ചെന്നപ്പോൾ അദ്ദേഹം ഒരു പത്രം കൊണ്ടാണ് കയറി ചെന്നേ. സ്മിത്ത് പറഞ്ഞു, പത്രം വെളിയിൽ വെച്ചിട്ട് നീ അകത്ത് കയറാൻ പറഞ്ഞു. അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഒരു പത്രം പോലും വായിക്കത്തില്ലായിരുന്നു. ഇവിടെ മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ ഇരിക്കുക, ഇവിടെ കണ്ടത് മൊത്തം വായിക്കുക. അദ്ദേഹത്തെ പറ്റി പറഞ്ഞൊരു പത്രം പോലും വായിക്കത്തില്ലായിരുന്നു. അടുത്ത അദ്ദേഹത്തെ പറ്റി പറയുന്നത് അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു തനിക്ക് വേണ്ടി അത് ചെയ്തുകൊണ്ടിരുന്നത്, തന്നെ പഠിപ്പിച്ചത്. ഞാൻ ചിലരോടൊക്കെ പറയാം, എവിടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നു. ചില ഡബിൾ പ്രൊമോഷന്റെ പുറകിൽ ചില സാക്രിഫിഷ്യൽ ഓഫറിങ്ങുകളുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഞാൻ ഇനി ദൂതിലേക്ക് കയറാൻ പോവാം. സന്തോഷമുള്ളവർ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എത്ര പേര് തീരുമാനമെടുത്ത് എനിക്ക് അതാ കാണണ്ടേ എത്ര പേര് ഞാൻ ഈ പറഞ്ഞത് ദൈവാസനെ മരിക്കുന്നതിന് മുൻപ് ഒരു വട്ടമെങ്കിലും ഞാൻ ബൈബിള് വായിക്കും. അങ്ങനെയുള്ളവരും മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. കാരണം എനിക്ക് തൻ്റെ ഇടത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. എനിക്ക് പറ്റും. പൗലോസ് പറഞ്ഞ പോലെ എനിക്ക് ആ കാര്യത്തിൽ പറ്റും. ഇവിടെയുള്ള മെജോറിറ്റി ആൾക്കാർ, ബാക്കി ഇരിക്കുന്നവർ ഒരു വട്ടം ബൈബിള് വായിച്ചവരാ. വേണ്ട, ഞാനിത് പറഞ്ഞ് വെറുതെ അല്ല മക്കളെ. നിങ്ങളുടെ കയ്യിലിരിക്കുക സകലതും. നമ്മളല്ലാതെ വന്ന് കൈ അടിച്ച് 4 ചാട്ടവും ചാടി 4 വിറയിലും വിറച്ച് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിനകത്തൊന്നുമല്ല കാര്യം. ഞാൻ എപ്പോഴും പ്രസംഗിക്കാൻ പറയും, വീട്ടിൽ ബെൻസിന്റെ വണ്ടി എടുത്തിട്ടിട്ട് ഓട്ടോ വിളിച്ച് പോകുന്ന കൈകളെ എനിക്കറിയാം. വണ്ടിയുണ്ട്, പക്ഷെ ഓടിക്കാൻ അറിയത്തില്ല. മനസ്സിലാവുന്നേ? കര ഉയർത്ത്. വീട്ടിൽ കിടക്കുന്നത് ബെൻസിന്റെ വണ്ടിയാ, പക്ഷെ ചന്തയിൽ പോണേ, മാർക്കറ്റിൽ പോണേ, ആരേലും പോണമെങ്കിൽ ഡ്രൈവർ വന്നില്ലെങ്കിൽ അവന്റെ ഓട്ടോയ്ക്കകത്താ. ക്രിസ്ത്യാനികളിൽ പലരുടെ ഓട്ടോയ്ക്കകത്താ. കാരണം ഡ്രൈവർ ഇല്ലാതെ പോകാൻ അറിയത്തില്ല. എടാ, വണ്ടി നിന്റെ വീട്ടിലുണ്ടെന്ന് ഇതിനെ ഡ്രൈവ് ചെയ്യാനൂടെ നീ പഠിച്ചാൽ നിനക്ക് ഉദ്ദേശിക്കുന്നിടത്ത് നിനക്ക് ചെല്ലാൻ പറ്റും. നിന്റെ ഡെസ്റ്റിനിയിൽ നിനക്ക് ചെല്ലാൻ പറ്റും. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. കർത്താവേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് 100-ൽ കർത്താവേ മെജോറിറ്റി ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇവരുടെ അകത്തിട്ട ദാഹത്തിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തെ അങ്ങ് യൗവന പ്രായത്തിൽ എന്റെ മേലിട്ട ആ ദൈവത്തിന്റെ ഫേവറിനെ ഞാൻ ഈ ജനത്തിന്റെ മേൽ റിലീസ് ചെയ്യുന്നു. അവരങ്ങയുടെ ശ്വാസം അറിയട്ടെ, അങ്ങയുടെ ശ്വാസം അവർക്ക് അടിക്കട്ടെ. ഓ ഷാക്കാലാബ, ഞാനിത് പറയുമ്പോൾ എനിക്ക് അറിയത്തില്ല ദൈവമക്കളെ, എന്റെ അകം തിളയ്ക്കുന്നു. ഞാൻ പലപ്പോഴും ഈ ദൈവവചനത്തിൽ നിന്ന് കാറ്റെന്റെ മുഖത്ത് അടിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ ചിലരുടെ രോഗികൾ ഇന്ന് സൗഖ്യമാകാൻ പോകുക, ചില ശരീരങ്ങളിൽ അവന്റെ ശ്വാസം കയറാൻ പോകുക, ചില ബ്രീത്തിങ് പ്രോബ്ലം യേശുവിന്റെ നാമത്തിൽ അവന്റെ ശ്വാസത്താൽ, ആസ്മയുടെ പ്രോബ്ലംസിന് ഇപ്പോൾ ചില ശരീരങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങുന്നു.
ചില തലമേൽ ദൈവശക്തി ഇറങ്ങുന്നു, ചില അഭിഷക്തന്മാരുടെ മേൽ. കർത്താവേ, ഫേവർ ഇവരുടെ മേൽ വീണതിന് നന്ദി. ഇന്നു മുതൽ ഇവർ വായിച്ചു തുടങ്ങട്ടെ, ഇന്നു മുതൽ ഇവർ സ്തുതിച്ചു തുടങ്ങട്ടെ, അതിവരുടെ മേൽ വീഴട്ടെ. ഈ തലമുറയിൽ ഉപയോഗപ്പെടാൻ നിൽക്കുന്ന മുഴുവൻ അഭിഷക്തന്മാരുടെ മേലും കർത്താവേ, ദൈവ വചനത്തിന്റെ ഒരു കാറ്റ് അത് വീണതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ രോഗികൾ ഇതിനകത്ത് സൗഖ്യമായിട്ടുണ്ട് കേട്ടോ. ഞാൻ മുൻപൊരിക്കലും പറയാത്ത പോലെ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതിനകത്ത് ചിലത് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇരുന്നാട്ടെ, നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. നമ്മൾ വന്ന് കൈയടിച്ച് വിറച്ച് 4 ചാട്ടവും ചാടി പോവരുത്. ഞാൻ എപ്പോഴും വലിയ ബൈബിളാണ് മേടിക്കുന്നത്. കൊച്ചു ബൈബിൾ ഇല്ലാതെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ മീഡിയ പോലത്തെ സാധനം കൊണ്ടു നടക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. കിട്ടിയാൽ കൊണ്ടു നടക്കും. പക്ഷെ എനിക്കിപ്പോഴും ഇഷ്ടം, ഞാൻ എപ്പം പോയി മേടിച്ചില്ല. എന്നോട് എൻ്റെ പലരും ചോദിക്കണം, അച്ഛൻ എന്തിനാ ഇത്രയും വലിയ ബൈബിൾ മേടിക്കുന്നതെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാം, ഞാൻ ഓരോ പ്രാവശ്യവും ബൈബിൾ വായിച്ച് തീരുമ്പം, ഓരോ അധ്യായം വായിച്ച് തീരുമ്പോഴും അതിൻ്റെ അടിയിൽ ആമേൻ എന്ന് എഴുതും. എന്നിട്ട് ആമേൻ 1 റൗണ്ട് ചെയ്യും. വീണ്ടും ആ അധ്യായം വായിച്ച് തീരുമ്പോൾ അതിനടി വീണ്ടും എഴുതും ആമേൻ 2. അങ്ങനെ വായിച്ച് തീർന്ന 18 വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് പ്രാവശ്യം ആമേൻ പറഞ്ഞ അധ്യായങ്ങളുണ്ട്. നോർമലി ഒരു ബൈബിള് മനസ്സിരുത്തി വായിച്ചാൽ 3 മാസം കൊണ്ട് ഒരു ബൈബിള് വായിച്ചു തീർക്കും. നിങ്ങളൊക്കെ പഠിക്കുക. പ്രതിസന്ധി വരുമ്പോൾ അടുത്ത പുതുതിലേക്ക് നമ്മൾ കയറാൻ പോവാ. നിങ്ങൾക്കറിയാവോ, ആത്മീയ ജീവിതത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് നാവിലാന്ന്. ഞാനൊരു ദൂതുണ്ടെന്ന് അതങ്ങ് ഡിക്ലെയർ ചെയ്തിട്ട് ഞാനങ്ങ് പോകും. ആത്മീയ ജീവിതത്തിന്റെ ജയത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് നാവിലാന്നറിയാവോ? ദൈവാസം വല്ലതും പറയാനുണ്ടേ പറ. നിങ്ങളുടെ ആത്മീയ ജീവിത ജയത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് നിന്റെ നാവില. കാരണം നീ നാവ് തുറന്ന് എപ്പോൾ വചനം പറയുന്നു അപ്പോഴെല്ലാം നീ ജയിക്കുകയാ. ഞാൻ എൻ്റെ സഭയെ പഠിപ്പിക്കുന്നു, നിങ്ങൾ 1/2 മണിക്കൂർ അന്യഭാഷ പറഞ്ഞാൽ 1/2 മണിക്കൂർ അതേ റേഞ്ചിൽ നിന്നുകൊണ്ട് വചനം വിളിച്ചു പറയണം. കാരണം ജയജീവിത ആത്മീക ജീവിതത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് നിന്റെ നാവില. നീ എപ്പോഴെല്ലാം അതരം തുറന്നു വചനം പറയുന്നു, നീ അപ്പോഴെല്ലാം ജയിക്കുകയാ. എപ്പോഴെല്ലാം അതരം തുറന്നു വചനം പറയുന്നു അപ്പോഴെല്ലാം എന്ത് ചെയ്യുക? ജയിക്കുവോ? അതെന്താ ദൈവാസനെ അങ്ങനെ പറഞ്ഞേ? അത് യേശുവിനോട് ചോദിക്കണം. കർത്താവേ, 40 ദിനരാത്രം ഇരുന്ന് ആത്മാവിൽ നിറഞ്ഞു വന്ന അങ്ങ് എങ്ങനാ പൈശാചികനെ ജയിച്ചത്? കർത്താവിന്റെ മറുപടി, ഞാൻ അതരം തുറന്നു വചനം പറഞ്ഞ് ജയിച്ചു. സഭ അടുത്ത ഒരു ഷിഫ്റ്റിലോട്ട് കയറിക്കോ. ചില വചനത്തെ അതരം തുറന്ന് പറഞ്ഞു ജയിക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എപ്പോഴെല്ലാം അതരം തുറക്കുന്നു അപ്പോഴെല്ലാം നിങ്ങൾ സാത്താനെ ജയിക്കും. വചനം പറഞ്ഞാൽ അടുത്ത സെക്കൻഡ് നീ ജയിക്കുക. കാരണം യേശു പരീക്ഷ ജയിച്ചത് പ്രവചനം കേട്ടല്ല, യേശു പരീക്ഷ ജയിച്ചത് അത്ഭുതം ചെയ്തല്ല, അന്നേരം കിട്ടിയ ഒരു വെളിപ്പാട് പറഞ്ഞല്ല, എഴുതി വച്ച വചനം വാ കൊണ്ട് പറഞ്ഞ. വചനം വാ കൊണ്ട് പറഞ്ഞു പരീക്ഷകനെ അറിയേണ്ട ഒരു സത്യം പറയാം. വചനം പറഞ്ഞു നീ ജയിക്കേണ്ട ഒരു വിഷയത്തെ നീ 48 മണിക്കൂർ വെള്ളം കുടിക്കാതിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചാലോ വിഷയത്തെ നീ ജയിക്കില്ല. പോയി 21 അല്ല, ഇപ്പൊ 100 ദിവസത്തെ ഉപവാസം വരെയുണ്ട്. 100 300 ഇരുന്നു
പക്ഷെ ഞാനൊരു ദൂത് പറയാം. വചനം പറഞ്ഞു നീ ജയിക്കേണ്ട ഒരു വിഷയത്തെ നീ 48 വെള്ളം കുടിക്കാതെ 100 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും നീ ആ വിഷയത്തെ ജയിക്കത്തില്ല. കാരണം അതിനെ തുറക്കാനുള്ള കീ ദൈവവചനം ഡിക്ലെയർ ചെയ്യുക. അന്നേരം മറു സൈഡിലൂടെ പറയണമല്ലോ, ഇനി പ്രാർത്ഥിച്ച് ജയിക്കേണ്ട ഒരു വിഷയത്തെ. ആമേ. നിങ്ങൾ നോക്കിയേ, മരുഭൂമിയിലെ പരീക്ഷയെ യേശു ജയിച്ചത് വചനം പറഞ്ഞ. പക്ഷെ ഗത്സമനയിലെ പരീക്ഷയെ ജയിച്ചത് പ്രാർത്ഥിച്ച. മനസ്സിലായെങ്കിൽ ആമേൻ പറയാൻ പറ്റൂ ഇതിനകത്ത്. അന്നേരം വചനം പറഞ്ഞു ജയിക്കേണ്ടതിനെ വചനം പറഞ്ഞു ജയിക്കണം, പ്രാർത്ഥിച്ചു ജയിക്കേണ്ടതിനെ പ്രാർത്ഥിച്ചു ജയിക്കണം, ആരാധിച്ചു ജയിക്കേണ്ടതിനെ ആരാധിച്ചു ജയിക്കണം. മനസ്സിലാവുന്നോ ഞാൻ പറയുന്നേ? നമ്മളിതൊക്കെ മനസ്സിലാക്കാതില്ലേ. പണ്ടാരോ പറഞ്ഞ പോലെ കഥ അറിയാതെ ആട്ടം കണ്ടിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്കത് കോമാളിത്തരമായിട്ടേ തോന്നത്തുള്ളൂ. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഗത്സമനയിൽ യേശു ഡിക്ലറേഷൻ ഒന്നുമില്ലായിരുന്നു. ഗത്സമനയിൽ പ്രാർത്ഥനയാണ്. ജീവിതത്തിന്റെ ഗത്സമനകളെ പ്രാർത്ഥന കൊണ്ട് ജയിക്കണം. ജീവിതത്തിന്റെ മരുഭൂമികളെ വചനം പറഞ്ഞു ജയിക്കണം. ആമേ ആമേ ആമേൻ പറ. കരങ്ങൾ ഉയർത്തി ഒരു ആമേൻ പറ. ഇന്ന് ഇതിനകത്തുനിന്ന് നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന ജയാളികളായിട്ടാ. ഇതുവരെ നിങ്ങൾക്ക് കിട്ടാത്ത ചില ഒരു കൂട്ടം താക്കോലും കൊണ്ട് ഇറങ്ങാൻ പോകുന്നത്. ദൈവാസനെ അത് ഞങ്ങൾ എങ്ങനെ അറിയും? ഡിക്ലെയർ ചെയ്ത് ജയിക്കേണ്ടതാണോ പ്രാർത്ഥിച്ച് ജയിക്കേണ്ടതാണോ എന്ന് എങ്ങനെ ഞങ്ങൾ അറിയും? അതിനാ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്താൽ നീ ഇൻഡിപെൻഡന്റ് ആകും. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയൂ. നീ അമ്മാച്ചനെ ഡിപ്പെൻഡ് ചെയ്താൽ നീ ഡിപ്രഷനിൽ പോകും. നീ അച്ചാച്ചനെ ഡിപ്പെൻഡ് ചെയ്താൽ നീ ഡിപ്രഷനിൽ പോകും. നീ പരിശുദ്ധാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്താൽ നീ ഇൻഡിപെൻഡന്റ് ആകും. അതുകൊണ്ടാണ് മറ്റൊരു വാക്യം പറഞ്ഞ, മനുഷ്യനിൽ ആശ്രയിക്കരുത്, യഹോവയിൽ ആശ്രയിക്കണം. ഇവിടെ ഭയങ്കര വചനത്തിന്റെ ഫ്ലോ ഉണ്ട്. കീപ്പ് ചെയ്യുക, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുക. ഞാൻ ആരോടൊക്കെയാ പറയുന്നു? ദൈവമേൽപ്പിച്ച ശുശ്രൂഷയെ സൂക്ഷിക്കുക. അടുത്തിരിക്കുന്ന കാര്യത്തെ പിടിച്ചിട്ട് പറ, പരിശുദ്ധാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ. പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യണം? എന്നാ പിന്നെ സകല വിഷയത്തിലും നീ ഇൻഡിപെൻഡന്റാ. അമ്മാച്ചനെയും നാത്തൂനെയും മരുമോനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ നീ ഡിപ്രഷനിൽ പോകും. ആമേ ആമേൻ പറ. ആമേൻ പറ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ദൈവവചനത്തെ എന്ത് ചെയ്യണം? ഡിക്ലെയർ. ബൈബിളിലെ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മടക്കി തരിക എന്നാരും പറയുന്നില്ല. ഇപ്പൊ അഭിഷക്തൻ കയറിയിട്ട് ഇവിടെ വെട്ടിക്കിളി കൊണ്ടുപോയതും തുള്ളം കൊണ്ടുപോയതും പച്ചപ്പുഴ അത് മടക്കി തരിക എന്നുള്ള പറച്ചില. അത് പറയാൻ ഒരാളുണ്ടെങ്കിൽ തരാൻ ദൈവം റെഡിയാണ്. ജാതികളെ ഓർത്തെന്ന് പറഞ്ഞിട്ട് കാര്യം, ജാതികളെ ചോദിച്ചാൽ ജാതികളെ തരും. എന്റെ ലൈഫിന്റെ ജയത്തിന്റെ കീ എന്ന് പറയുന്നത് ദൈവവചനത്തെ ഡിക്ലെയർ ചെയ്യുക. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ പറയുക? അറിയാവുന്ന വചനങ്ങളൊക്കെ വായിലെടുത്ത് വിളിച്ചു പറ. രാവിലെ പ്രഭാതത്തിൽ കണ്ണ് തിരുമി എഴുന്നേറ്റ് വരുമ്പോ അടുക്കള കയറി ഹസ്ബൻഡിനും മക്കൾക്കും ഒരു ചായ ഇട്ട് കൊടുക്കാൻ നിൽക്കുമ്പോ ആ പ്രഭാതം അവിടെ മുതൽ പറയണം, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാൻ വായ്പ വാങ്ങത്തില്ല, ഞാൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കും. എവരി മോർണിംഗ് നീ കണ്ണ് തിരുമി എഴുന്നേൽക്കുന്നത് ദൈവവചനം പറഞ്ഞുകൊണ്ടായിരിക്കണം, അന്യഭാഷ പറഞ്ഞുകൊണ്ടായിരിക്കണം.
എൻ്റെ ലൈഫിൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുമായിട്ടാണ്. ഞാനൊരു വർഷത്തിൽ 3 പ്രാവശ്യമൊന്നുമല്ല, ഞാൻ അതിനേക്കാൾ കൂടുതൽ ഈ തിരുവചനം വായിക്കും. കാരണം എനിക്ക് ആർത്തിയാണ്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ, ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിൽ എന്നെ ഇപ്പം നല്ലപോലെ അറിയുന്ന എൻ്റെ ഭാര്യയ്ക്ക്, അവളോട് ചോദിക്കണം, 10 മിനിറ്റ് കിട്ടിയാൽ ഞാൻ ഓടിപ്പോയി അന്നേരം ഇത് തുറക്കും, വായിക്കും. വീണ്ടും 10 മിനിറ്റ് കിട്ടിയാൽ വീണ്ടും പോയി തുറക്കും, വായിക്കും. കാരണം എനിക്കറിയാം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന വാക്യങ്ങളില്ലേ? നിങ്ങൾ 23 സങ്കീർത്തനം അറിയാവുന്നവർ കരങ്ങൾ ഉയർത്തിയേ. അറിയാവുന്നവർ, കാണാതെ അറിയാവുന്നവർ, അവിടെ ആള് കുറവാണ്. ഞാൻ പണ്ട് മുതലേ പ്രസംഗിക്കും, എനിക്കുള്ള പ്രശ്നം കൈ പൊക്കിയാൽ നല്ല പോലെ പൊക്കണം. കാണാതെ അറിയാവുന്നവരൊന്ന് കരം ഉയർത്തി, അവരുടെ കൈ ഞാനൊന്ന് കാണട്ടെ. മക്കളെ, ഇങ്ങനെ കൈയൊന്ന് പൊക്കിയേ നല്ല പോലെ. കാരണം ഞാൻ 2 ആഴ്ചക്കും എൻ്റെ ചർച്ചിൽ പ്രസംഗിച്ചത് യഹോവ നിന്നെ നിവർത്തുവെന്ന. ജോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കറ്റ വളഞ്ഞിരിക്കുന്നല്ല, എൻ്റെ കറ്റ നിവർന്നു നിൽക്കുമെന്ന്. 23 സങ്കീർത്തനം കാണാതെ അറിയാമെങ്കിൽ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലാകുന്നേ, നിന്റെ വീടിന്റെ ഒരു 12 കിലോമീറ്റർ അപ്പുറത്ത് പോലും പിശാച് വരുത്തില്ല. കാരണം ഞാൻ 1.5 മാസം മുമ്പ് എൻ്റെ ചർച്ചിൽ പ്രസംഗിച്ചത് 23 സങ്കീർത്തനത്തിനകത്തെ 15 അനുഗ്രഹം. 15 അനുഗ്രഹം ഉണ്ട് അതിനകത്ത്. അവിടെ അതിനകത്ത് ഏറ്റവും വലിയൊരു വാക്ക്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വാക്കുണ്ട്, എൻ്റെ പ്രാണനെ അവൻ. അയ്യോ, ഈ കാലഘട്ടത്തിൽ വേണ്ടത് അത് മാത്രമാണ്. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ തന്നെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം എന്നെ. മക്കളെ, രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഇത് പറഞ്ഞോണ്ട് എഴുന്നേക്ക്. നിന്റെ ലൈഫ് തിരിയും, നിന്റെ വീടിന്റെ സ്തുതി മാറും, നിന്റെ പേഴ്സണൽ ലൈഫിനകത്ത് ഭയങ്കര റീഫ്രഷ്മെന്റ് നടക്കും. ഇതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും പ്രസംഗിക്കത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടം ദൈവവചനം പറയാനാ. അല്ലാതെ രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പം പവർ വിഷൻ അല്ല ഓണാക്കണ്ടേ. അപായോഗത്തിന് പോകുന്നത് ഇപ്പം പവർ വിഷന്റെ മുമ്പിലൊക്കെ ആൾക്കാർ. ആരെന്നാ ചിന്തിച്ചിട്ട് ഇവിടുത്തെ ഒരു അച്ചാച്ചന്മാരുടെ കെയർ ഓഫിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. കേരിയതിലിരുന്ന കാക്ക വരും, സാരാഭാത്തിലിരുന്ന വിധവ വരും, ചൂരച്ചെടിയുടെ കീഴിലിരുന്നാൽ ദൂതം വരുമെന്ന്. ഞാൻ എല്ലാവരോടും പറയുന്നു, നിങ്ങളുടെ തലയുടെ കീഴിൽ ഒരു ബൈബിള് വെക്കണം. ചിലര് പറയും തലയുടെ കീഴിൽ ബൈബിൾ വെച്ചിട്ട് കാര്യമില്ലെന്ന്. ഞാൻ പറയുന്നില്ല, വെക്കണം. കാരണം നീ കണ്ണു തുറക്കുമ്പോൾ ഇത് കണ്ടോണ്ട് എഴുന്നേക്കണം. നിന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ബൈബിൾ വെക്കണം. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ ഉയർത്തുന്നവനെ ഞാൻ ഉയർത്തും. ചിലർ പറയും തലയുടെ കീഴിൽ ബൈബിൾ വെച്ചിട്ട് കാര്യമില്ലെന്ന്. നിങ്ങൾ വെക്കുന്നു പറയുന്നവനെ അവിടെ കിടന്ന് ഉടയട്ടെ. രാവിലെ ഇങ്ങോട്ട് കണ്ണൊക്കെ തുറന്നിങ്ങനെ അതിനകത്തോട്ട് നോക്കണം. എന്നിട്ട് തലേ രാത്രിയിൽ വായിച്ച് അടിവര ഇട്ടടത്തു അങ്ങ് തുടങ്ങണം. നീ അറിയത്തില്ല, ശ്വാസം നിന്നിലോട്ട് അടിച്ചു തുടങ്ങും. ഞാനെനിക്ക് ഫീൽ ചെയ്യുന്നു മോനെ, ഈ അന്തരീക്ഷത്തിൽ ഈ ശ്വാസം ആരിലൊക്കെയോ അടിക്കുന്നത്. ചിലർക്ക് ഈ ശ്വാസം ആരിലേക്കൊക്കെയോ അടിക്കുന്നത് ദൈവവചനത്തിന്റെ ശ്വാസം. തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ കയറുക. ഇന്ന് പൈശാചിക ലോകം വിറയ്ക്കുകയാണ്. ഇന്ന് സാത്താന്റെ തന്ത്രങ്ങൾ പൊളിയുകയാണ്. കാരണം ദൈവത്തിന്റെ ശ്വാസത്തിലേക്ക് ഒരു തലമുറ എഴുന്നേറ്റ് വരികയാണ്. ഈ അന്തരീക്ഷത്തിനകത്ത് പാസ്റ്റർ ലിജോ, ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. എന്നിട്ടും അവൻ സീയോൻ കോട്ട പിടിച്ചു. ആരാധിച്ചോ ആരാധിച്ചോ.
ആരാധിച്ചോ, ആത്മാവിൽ കേറിക്കോ. അവന്റെ ശ്വാസം ഇന്ന് പകലിൽ ചില ശരീരങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ സഭയുടെ അടുത്ത ഷിഫ്റ്റിലേക്ക്, സഭയടുത്ത ഷിഫ്റ്റിലേക്ക് ഒരു കഴുകൻ അതിന്റെ ചിറകിനെ പുതുക്കുന്നത് പോലെ ഇന്ന് പകലിൽ ചിലർ ശക്തിയെ പുതുക്കി, ഇന്ന് പകലിൽ ചിലർ പുതുകി. ഒരു കഴുകൻ അതിന്റെ ചിറക് പുതുക്കുന്നത് പോലെ ഇന്ന് പകലിൽ ചിലർ ഇതിനകത്ത് പുതുകുന്നല്ലോ. യഹോവയുടെ ശ്വാസം, ഏദനിൽ മണ്ണിന്റെ മേൽ അടിച്ച ശ്വാസം, എല്ലാ ഹാർട്ടിന്റെ പ്രോബ്ലംസിന് ഇപ്പോൾ ലൈവിൽ വാച്ച് ചെയ്യുന്ന സകലതിന്റെ മേലോ സൗഖ്യത്തിന്റെ കരം വീശട്ടെ. അന്യഭാഷ പ്രാപിച്ചവർ വെറുതെ ഇരിക്കരുത്, അന്തരീക്ഷത്തെ കളയരുത്. ഈ സമയത്ത് ആത്മാവിൽ കേറിക്കോ. ചില കല്ലുകളെ അവൻ ഉരുട്ടി മാറ്റാൻ പോകുക, ചില അടഞ്ഞ ഡോറുകളെ അവൻ തുറക്കാൻ പോകുക. നിനക്കും നിന്റെ കുടുംബ തലമുറകൾക്ക് നിന്റെ മുന്നേറ്റത്തിന് വിരോധമായി ചലിച്ച ചിലതിനെ ഇന്ന് പകലിൽ അവൻ വെട്ടിക്കളയുകയാണ്. എല്ലാവരും ആത്മാവിൽ കേറിക്കോ. ചിലതിനെ അഴിക്കുന്ന പകലായത്, ചിലതിനെ തുറക്കുന്ന പകലായത്. യെസ്, അവന്റെ ശ്വാസം ഇതിനകത്തുണ്ട്.